നമസ്കാരം സുഹൃത്തുക്കളെ. പണ്ട് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന പരിപാടി, അതേപോലെ തന്നെ ഈ ധർമ്മജനുമായിട്ട് ചേർന്ന് ഉത്സവപ്പറമ്പുകളിലും മറ്റുമൊക്കെ സ്കിറ്റും മിമിക്രിയുമൊക്കെ കാണിച്ച് അങ്ങനെ പതുക്കെ ഒരു തമാശ താരമായിട്ട് ഉയർന്നു വന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് മാറിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. അദ്ദേഹം ഈ ചാനൽ പരിപാടികളിലും മറ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിരുന്നു, ഈ തമാശയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ധർമ്മജനുമായിട്ട് നിന്ന് സ്കിറ്റ് കാണിക്കുന്ന ആ ഒരു കോമാളിത്തരമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല, ജീവിതത്തെ വ്യക്തമായ വീക്ഷണത്തോട് കാണുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പല സംഗതികളും ഈ പിഷാരടി പറയുമ്പോൾ മാത്രമാണ് ഇതിന് ഇങ്ങനെ ഒരു ആംഗിൾ കൂടി ഉണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്, ലോകത്ത് ഒരുപാട് ആളുകൾ ഈ കണ്ണട വെക്കാറുണ്ട്. പക്ഷേ നമുക്ക് അതൊരു കുറവ് കൊണ്ടാണ് വെക്കുന്നത് എന്ന ഒരു ഫീലില്ല. കാരണം ഒരുപാട് ആളുകൾ വെക്കുന്നതുകൊണ്ട് ഇത് സാധാരണ കാര്യമാണ് എന്ന തരത്തിലാണ് ആളുകൾ അതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് കണ്ണട വെക്കുന്നത്? കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ഒരു പക്ഷേ അവർക്ക് ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല, കാഴ്ചക്കുറവുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണല്ലോ ഈ കണ്ണട വെക്കുന്നത്. ഞാൻ കൂളിംഗ് ഗ്ലാസിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ കണ്ണട വെക്കുന്നവരെ നമ്മളതൊരു കുറവായിട്ടല്ല കാണുന്നത്. എന്നാൽ കേൾവിക്ക് കുഴപ്പമുള്ള ഒരാൾക്ക്, കേൾവി ശക്തി കുറവുള്ള ഒരാൾ ഈ ശ്രവണ സഹായ യന്ത്രം വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു കുറവായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ കണ്ണിൻ്റെയും ചെവിയുടെയും സംഗതി ഒരേപോലെ തന്നെയാണ്. പക്ഷേ കണ്ണട വെക്കുന്നവരെ നമ്മൾ ആ ഒരു കുറവായിട്ട് കാണുന്നില്ല, ചെവിയിൽ വെക്കുന്നവരെ നമ്മൾ എന്തോ ഒരു കുറവായിട്ട് കാണുകയും ചെയ്യുന്നു. ഇത് പിഷാരടി അയാളുടെ ശൈലിയിൽ പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ ഇയാൾ പറയുന്നത് ശരിയാണെന്നോ. അതേപോലെ തന്നെ പിൽക്കാലത്ത് അയാൾക്ക് തിരിച്ച് ബുമറാങ് പോലെ കിട്ടിയ അയാളുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ ക്യാരക്ടറും ബിഹേവിയറും. ഇത് രണ്ടാണെന്ന് പുള്ളി പല വേദിയിൽ സമർത്ഥിക്കുകയുണ്ടായി. അതായത്, നല്ലൊരു ക്യാരക്ടറുള്ള ആൾക്ക് നല്ല ബിഹേവിയർ കിട്ടണമെന്നില്ല. എന്നാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ക്യാരക്ടർ അതായിരിക്കണമെന്നുമില്ല. നമുക്ക് ഒരാളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മുന്നിൽ നല്ലവനാണ് എന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാരക്ടർ ആയിരിക്കണമെന്നില്ല. അതിനാൽ ഇത് രണ്ടാണെന്നും നല്ല ക്യാരക്ടറുള്ള ഒരാളുടെ ബിഹേവിയർ ഒരല്പം മോശമാണ് അല്ലെങ്കിൽ അത്ര മികച്ചതൊന്നും അല്ലെങ്കിലും അതാണ് നമ്മുടെ സുഹൃത്താക്കാൻ പറ്റിയെന്നും അങ്ങനെയുള്ളവരാണ് നമ്മളെ കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരെന്നും പിഷാരടി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പറഞ്ഞു. ശരിക്കും ഞാൻ അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നൊരു കാര്യമാണ്, നന്നായിട്ട് ഇടപഴകുന്നത്, നന്നായിട്ട് പെരുമാറുന്ന ഒരാൾ നല്ല ആളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ അതായിരിക്കണമെന്നില്ല ആ ആളുടെ ക്യാരക്ടറും ബിഹേവിയറും രണ്ടാണ് എന്ന് പറഞ്ഞു വെച്ച പിഷാരടി ആണ് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം എന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. കാരണം പിഷാരടിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം വെളിയിൽ വന്നു. ഇനി പിഷാരടിയേക്കാൾ ജൂനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് വെച്ച് നോക്കിയാലും അല്ലെങ്കിൽ സീനിയോറിറ്റിയൊക്കെ വെച്ച് നോക്കിയാലും ആ ഒരേ തലത്തിൽ നിൽക്കുന്നവരായിരുന്നെങ്കിൽ നമ്മൾ നമുക്കത്ര പ്രശ്നമുണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇവിടെ ശ്വേതാ മേനോൻ എന്ന ആ നടി പിഷാരടിയേക്കാൾ ഒരുപാട് സീനിയറാണ്. മാത്രമല്ല, മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ പോലുള്ളവരോടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ കൂടിയും പക്ഷേ അവർ പോലും ഇതുപോലെ ഒരു അശ്ലീല രീതിയിലുള്ള ഒരു ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും ബാക്കിയുള്ള സംഭാഷണങ്ങൾ നമുക്ക് അതവരുടെ സൗഹൃദം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് കരുതാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങോട്ടേക്ക് ഈ ദ്വയാർത്ഥം വെച്ച് പറഞ്ഞ് കയറുമ്പോഴൊന്നും ശ്വേതയ്ക്കത് പിടികിട്ടുന്നേയില്ല. പിന്നെ ശ്വേതയ്ക്കത് മനസ്സിലാവാത്തതുകൊണ്ട് പിഷാരടി തന്നെ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പറയുന്നുണ്ട്, പിഷാരടി ഞാൻ അത് ചിന്തിച്ചില്ല, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? അവർ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സൗഹൃദമില്ല. അവിടെ ഈ പിഷാരടി ഒരു ചാൻസ് കിട്ടിയപ്പോൾ അഡ്വാൻറ്റേജ് എടുത്തതാണ്. പക്ഷേ അത് ചീറ്റിപ്പോയി. ശ്വേത അത് പുറത്തറിയിച്ചത് ശ്വേതയുടെ ഭാഗത്തുനിന്ന് വന്ന ഇയാൾ പറയുന്ന പോലെ സൗഹൃദം വെച്ചിട്ടുള്ള തെറ്റായിരിക്കും. പക്ഷേ അത് ഒരു തെറ്റായിട്ട് പോലും കണക്കാക്കാൻ പറ്റുന്നില്ല. കാരണം തനിക്കെതിരെ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിഷാരടിയും കൂടെ നിൽക്കുമ്പോൾ തിരിച്ച് അടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ ശ്വേത അത് ഉപയോഗിച്ചതാണ്. ഇവിടെ പെട്ടുപോയത് പിഷാരടിയാണ്. അയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. കടുത്ത മാനസിക സമ്മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ്. ഒന്ന്, താൻ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന തൻ്റെ ഇമേജ് ഒറ്റയടിക്ക് പോയി എന്നൊരിത്. മറ്റൊന്ന്, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിച്ചുകൂടാ എന്ന രീതിയിൽ എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന പിഷാരടി തന്നെ വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ അദ്ദേഹം മുൻപ് പല പരിപാടിയിലും പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റിൽ പോകുമ്പോൾ മദ്യപിക്കുന്ന കാര്യങ്ങളോ അല്ലാത്തപ്പോഴും. അപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. പക്ഷേ നമ്മൾ ആ പരുവത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഇദ്ദേഹത്തിന് പൊതുവേദിയിൽ നിന്നും കാണാനില്ല. ഇദ്ദേഹത്തിനോട് അടുത്ത് ചേർന്ന വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത് അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്, മാനസികമായിട്ട് അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായി പോയി എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, എത്രയും കാലമായിട്ട് പടിപടിയായിട്ട് പണിതുകൊണ്ട് വന്ന ഒരു ഇമേജ് ബിൽഡിംഗ് അത് നല്ല രീതിയിൽ വന്നു. അതിൻ്റെയൊക്കെ പിൻബലത്തിലായിരിക്കാം ഒരുപക്ഷെ പാലക്കാട് അദ്ദേഹം ജയിച്ചത്. കേവലം ഒരു രമേശ് പിഷാരടി ആയിരുന്നുവെങ്കിൽ, ഒരു തമാശക്കാരനായിരുന്നുവെങ്കിൽ പുള്ളി ഇത്രയും തകരത്തില്ലായിരുന്നു. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് MLA സ്ഥാനം തിരുത്തിയിരിക്കുന്ന ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് വരുന്നു, അത് നാട്ടുകാർ കേൾക്കുന്നു. അവിടെയാണ് പുള്ളിക്ക് പിഴച്ചു പോയത്. അദ്ദേഹം നേരത്തെ പോലെ തന്നെ ധർമ്മജനുമായിട്ട് തമാശ പറഞ്ഞ് സ്കിറ്റും കളിച്ച് നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനൊരു വിഷയമില്ല, അതൊരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു MLA ആണ്. ആ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയും അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞുകൊണ്ടിരുന്ന ആ ബിഹേവിയറും അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഒക്കെ ആയിട്ട് ഇത് ഒട്ടും ഒത്തുപോകുന്നില്ല. അവിടെയാണ് രമേശ് പിഷാരടി എന്ന MLA അമ്പെ പരാജയപ്പെട്ടു പോയത്. അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള MLA മാർ ഇത്തരം പ്രവൃത്തി ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഇത്തരം സംഭാഷണങ്ങൾ നടത്താത്തവരോ ഒന്നുമല്ല. അങ്ങനെ നിരവധി ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ രമേശ് പിഷാരടി കഷ്ടപ്പെട്ട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതില്ലായിരുന്നു. രമേശ് പിഷാരടിക്ക് ഒരൊറ്റ ഫോൺ കോളിൽ അത് തകർന്നു പോയതിൻ്റെ കടുത്ത മാനസിക വിഷമത്തിലാണ്.